ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെല PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ ആർഎസ്. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ 5 AM ക്ലബിന്റെ ഭാഗമായി 5 AM രാവിലെ 5 മണിക്ക് കേരള PSCയുടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വിവിധ അധ്യാപകർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താ പറയുക, 5 AM മാസ്റ്റർ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ് അല്ലേ? ദുരന്ത നിവാരണത്തിനായുള്ള ഒരു പ്ലാൻ. നമുക്ക് ദുരന്ത നിവാരണത്തിനായി പ്ലാനുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അധികാരമില്ല. അതിന് അധികാരമുള്ള സ്ഥാപനം കേരളത്തിൽ KSDM എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ 5 AM ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പെട്ടെന്ന് പോകാം. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, കേരളം ഭരണവും ഭരണ സംവിധാനവും, കേരള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കേരള ഗവേണൻസ് നിങ്ങളുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിന്റെ ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു ഭാഗമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നറിയപ്പെട്ട ദുരന്ത നിവാരണം. ശരിയല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ചോദ്യങ്ങളില്ലാത്ത ഒരു ചോദ്യ പേപ്പർ വളരെ റെയറാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ? നോക്കൂ ഉദ്യോഗാർത്ഥികളെ, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അതിനു മുമ്പ് നോക്കണേ, നമ്മുടെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഭരണഘടനാപരമായിട്ടുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായ സാധുത നൽകിയ നിയമം നിങ്ങൾക്കെല്ലാം അറിയാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ശരിയല്ലേ? ദുരന്ത നിവാരണ നിയമം 2005. ലോകം കണ്ട ദുരന്തങ്ങളുടെ പട്ടികകൾ ഏറെ ഉണ്ട്. നമുക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത ദുരന്തങ്ങൾ അല്ലേ? നമ്മൾ അടുത്ത കാലത്തായി കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള കനത്ത പ്രളയവും ഉരുൾപൊട്ടലും. ദുരന്ത നിവാരണ മേഖലയിൽ ധീരവും ത്യാഗനിർഭരവുമായ പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം കമന്റ് ചെയ്യാമോ? ചോദ്യം ആവർത്തിക്കട്ടെ. ഇന്ത്യയിൽ ദുരന്ത നിവാരണ മേഖലയിൽ ധീരവും ത്യാഗനിർഭരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന പുരസ്കാരം, ആ പുരസ്കാരത്തിന്റെ പേര് ഏതാണ്? ആ പുരസ്കാരം എന്താണ്? 2024 മുതൽ 26 വരെ ഈ പുരസ്കാരങ്ങൾ കിട്ടിയത് ആർക്കെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുരസ്കാരത്തിന്റെ പേര് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഉദ്യോഗാർത്ഥികളെ, നമുക്ക് നോക്കാം, എന്താണ് ദുരന്തം? ജീവനും ജീവജാലങ്ങൾക്കും ഭീഷണി ഉണ്ടാക്കുന്ന സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യമാണ് വിപത്ത് എന്നറിയപ്പെടുന്നു. എല്ലാ വിപത്തുകളും ദുരന്തമല്ല. മനുഷ്യ പ്രയത്നത്താൽ ഒരു വിപത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്യാഹിതം എന്നാണ് പറയുക. എന്നാൽ മനുഷ്യ പ്രയത്നത്താൽ കൃത്യമായി തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തെയാണ് ശരിക്കും നമ്മൾ ദുരന്തങ്ങൾ എന്ന് പറയുക, ഡിസാസ്റ്റർ എന്ന് പറയുക. ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഓടി വരാറുണ്ടെങ്കിലും ശരിക്കും എന്താണ് ദുരന്തം എന്ന് ചോദിച്ചാൽ, ദുരന്ത നിവാരണ നിയമത്തിൽ തന്നെ ദുരന്തം എന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ, നിർവചനം കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ എന്താണ് നിർവചനം നോക്കുക. ദുരന്ത നിവാരണ നിയമം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അനുസരിച്ച് ദുരന്തം എന്ന വാക്കിന് നൽകിയിട്ടുള്ള ഔദ്യോഗിക നിർവചനം 2D എന്ന സെക്ഷൻ, ഇതാ കണ്ടോ, സെക്ഷൻ 2Dയിലാണ് പ്രതിപാദിക്കുക. എന്താണ് ദുരന്തം എന്ന വാക്കിന് നൽകിയിട്ടുള്ള നിർവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്: പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയതോ ഒരു പ്രത്യേക പ്രദേശത്ത് അനുഭവപ്പെടുന്നതോ ആയ അപ്യാഹിതമോ ആപത്തോ അനിഷ്ട സംഭവമോ ആണ് ദുരന്തം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറയട്ടെ, സെക്ഷൻ 2D പ്രകാരം ദുരന്തം എന്ന വാക്കിന്റെ നിർവചനം എങ്ങനെയാണ്? പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയതോ. പ്രകൃതിദത്തമാകാം, മനുഷ്യനിർമ്മിതമാകാം. ഒരു പ്രത്യേക പ്രദേശത്ത് അനുഭവപ്പെടുന്നതോ ആയ അപ്യാഹിതമോ ആപത്തോ അനിഷ്ട സംഭവമോ ആണ് ദുരന്തം എന്നാണ് നിർവചനം. പറയുന്ന സെക്ഷൻ ഏതാണ്? 2D, വകുപ്പ് 2Dയിലാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദേശീയ തലം മുതൽ സംസ്ഥാന തലം വരെ ദുരന്ത നിവാരണ അതോറിറ്റികൾ എല്ലാം രൂപീകരിക്കാൻ അടിസ്ഥാനമായ നിയമമാണ് ഏത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, ദുരന്ത നിവാരണ നിയമം. നോക്കുക, ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യമാണ്.
കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കേരളത്തിൽ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം, പുനരധിവാസം. പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, പുനരധിവാസം. 4 ഓപ്ഷനുകളാണ്. പറയാമോ ഇതിൽ ഏതാണ് ശരി ഉത്തരമെന്ന് പറയാമോ നിങ്ങൾക്ക്? ഇതിലെ ശരിയായ, അതായത് ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ KSDMA സ്വീകരിക്കേണ്ട നടപടികളുടെ ഒരു ക്രമമാണ്. 1-ാം ഘട്ടം ചെയ്യേണ്ട പ്രവർത്തനം, 2-ാം ഘട്ടം പ്രവർത്തനം, 3-ാം ഘട്ടം, 4-ാം ഘട്ടം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ക്രമമാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഉദ്യോഗാർത്ഥികൾ, ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഒന്നേ ഉള്ളൂ. ഏതാണ്? തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. പ്രിപ്പയർനെസ് തയ്യാറെടുപ്പ്, റെസ്പോൺസ് പ്രതികരണം, റിക്കവറി വീണ്ടെടുക്കൽ, മിറ്റിഗേഷൻ ലഘൂകരണം. ഇതാണ് ശരിക്കുള്ള ഒരു ക്രമം. ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ കേരള PSCയുടെ ചോദ്യ മാതൃകകൾ എത്ര കണ്ട് മാറിയാലും, പാറ്റേണുകൾ എങ്ങനെ മാറിയാലും മാറ്റമില്ലാതെ തുടരുന്ന ഒരു ഫാക്ട് സ്കൂൾ പുസ്തകങ്ങളാണ്. ശരിയല്ലേ? 5-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ നിർണായകമാണ്. ഈ ചോദ്യം 2023 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ ഉൾപ്പെടെ പിന്നീട് വന്ന നിരവധി പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. KSDMAയുടെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളുടെ ഘട്ടങ്ങൾ എന്ന ഭാഗം. ഈ ഭാഗം പ്രതിപാദിക്കുന്ന പാഠപുസ്തകം നമുക്കെല്ലാം അറിയാം, +2 പാഠപുസ്തകമാണ്. ജിയോളജി പാഠഭാഗം. ജിയോളജി പാഠപുസ്തകത്തിന്റെ ഒരു ചാപ്റ്ററാണ് ഡിസാസ്റ്റർ, ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേരള PSC കണ്ടോ, 8-ാമത്തെ അധ്യായമാണ്. ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും, ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. അതായത് കൃത്യമായ ചോദ്യമായിരുന്നു. നിങ്ങൾ നോക്കുക, ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന്, വാട്ട് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ദുരന്ത നിവാരണം ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ശരിയല്ലേ? ദുരന്തങ്ങൾ എന്തെങ്കിലും അവസാനിക്കുമോ? ഇല്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കും ദുരന്തങ്ങൾ. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. 1-ാം ഘട്ട പ്രവർത്തനം നമ്മൾ പറഞ്ഞില്ലേ, തയ്യാറെടുപ്പ്, പ്രിപ്പയർനെസ്. കണ്ടോ, പ്രിപ്പയർനെസ് ആണ്. 2-ാം ഘട്ടം എന്നറിയപ്പെടുന്നത് റെസ്പോൺസ്. കണ്ടോ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. കണ്ടോ, 3-ാം ഘട്ടം റിക്കവറി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കൽ. 4-ാം ഘട്ടം മിറ്റിഗേഷൻ അഥവാ ലഘൂകരണം. ഇതാണ് കേരള PSCയുടെ ചോദ്യം. മനസ്സിലായോ? അപ്പൊ സ്കൂൾ പുസ്തകത്തിന്റെ പ്രാധാന്യത തീർന്നില്ല. നോക്കൂ, കണ്ടോ, പുസ്തകത്തിൽ കൊടുക്കുക പ്രിപ്പയർനെസ്, കണ്ടോ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തയ്യാറെടുപ്പ്. എന്താണ് മുന്നൊരുക്കം? ഒരു ദുരന്തത്തെ തുടർന്ന് സംഭവിച്ചേക്കാവുന്ന ജീവഹാനി കുറയ്ക്കുക, അവശ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി ഒരു ദുരന്തത്തിന് മുന്നോടിയായി ഏറ്റെടുക്കുന്ന നടപടികളാണ് മുന്നൊരുക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രായോഗികമായ അത്യാഹിത സേവന മാർഗങ്ങൾ സ്വീകരിക്കുക, അപായ സൂചനകൾ യഥാസമയം നൽകുക, അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, വസ്തുവിവര പട്ടികകൾ തയ്യാറാക്കുക, സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് മുന്നൊരുക്കം? കണ്ടോ, ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട ചില പ്രവർത്തനങ്ങളാണ് മുന്നൊരുക്കം. മനസ്സിലാവുന്നുണ്ടോ? ആശുപത്രികൾ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് പരിശീലനം നൽകുക. മനസ്സിലാവുന്നുണ്ടോ? അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക. ഇതെല്ലാമാണ് മുന്നൊരുക്കം, പ്രിപ്പയർനെസ്. കിട്ടിയോ? ഇനി 2-ാമത്തെ എന്താ? പ്രതികരണം, റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, അതായത് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ്, ദുരന്തമുണ്ടാകുന്ന സെയിം ടൈമിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് എന്ത്? പ്രതികരണം. അല്ലേ? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോക്കുക, നാശനഷ്ടങ്ങളുടെ തോത് കുറയ്ക്കാനായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക, അതുപോലെ തന്നെ അത്യാഹിത സേവനങ്ങൾ നടപ്പിലാക്കുക, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ അപകടത്തിൽ പെട്ടുകിടക്കുന്നവരെ കണ്ടെത്തുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ രക്ഷപ്പെടുത്തുക, അപകട മേഖലയിൽ നിന്ന് പരമാവധി ആളുകൾ എന്ത് ചെയ്യണം? എങ്ങോട്ട്? മറ്റൊരു ദുരന്ത മേഖലയെ കൊണ്ടാക്കരുത്, സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. ഇതെല്ലാമാണ് പ്രതികരണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഒന്നാണ് വീണ്ടെടുപ്പ്, റിക്കവറി. കണ്ടോ, വീണ്ടെടുപ്പ്, റിക്കവറി. ഇത് ദുരന്തമുണ്ടായ ശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ദുരന്തത്തിന്റെ പരമാവധി ആഘാതങ്ങൾ കുറയ്ക്കുകയാണ് റിക്കവറി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുക, അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക്
വൈദ്യസഹായം സൗജന്യമായി നൽകുക, മാനസികമായി ദുരന്തത്തിൽ ഏർപ്പെട്ട് മാനസികമായി തകർന്നു പോയവർക്ക് സൗജന്യ കൗൺസിലിംഗ് നൽകുക, ദുരന്ത നിവാരണ ഫണ്ട് കണക്കാക്കി അർഹരായവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക, നാശനഷ്ടങ്ങളുടെ തോത് കണക്കാക്കുക, മനസ്സിലാവുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം, നഷ്ടമായ രേഖകളും വസ്തുക്കളും വീണ്ടെടുക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുക, ഇതെല്ലാമാണ് ഏത് ഘട്ടം? റിക്കവറി, വീണ്ടെടുക്കൽ. ഇനി 4ാം ഘട്ടമാണ് ലഘൂകരണം എന്ന് പറഞ്ഞാൽ മിറ്റിഗേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തത്തിന്റെ ആഘാതങ്ങളെ കുറയ്ക്കാനായി സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം ഭാവിയിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ കൂടി നേരിടാൻ കഴിയുന്ന ദീർഘകാല പ്രവർത്തനങ്ങളാണ് മിറ്റിഗേഷൻ എന്നറിയപ്പെടുന്നു. മനസ്സിലാവുന്നു? ഉദാഹരണത്തിന് 2030 അല്ലെങ്കിൽ 2040 ഒരു കടുത്ത വരൾച്ച വരാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജലവിഭവങ്ങൾ എന്ത് ചെയ്യണം? കരുതലോടെ ഉപയോഗിക്കണം, വേണ്ടയോ? അതുപോലെ തന്നെ കൃത്യമായിട്ട് ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, ഭൂകമ്പ സാധ്യത മുന്നിൽ കണ്ട് ബലക്ഷയമുള്ള കെട്ടിടങ്ങളെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക, പ്രളയ സാധ്യതയുള്ള നദീതീരങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങൾ ഉപേക്ഷിക്കുക, നിരന്തരം അപകടം നടക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പ്രവേശനം നിഷേധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പറയപ്പെട്ട ലഘൂകരണം എന്നറിയപ്പെടുന്ന പ്രവർത്തനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 1ാം ഘട്ടം പറഞ്ഞു നമ്മൾ തയ്യാറെടുപ്പ് ഉണ്ടോ, 2ാം ഘട്ടം പ്രതികരണമാണ്, റെസ്പോൺസ്, 3ാം ഘട്ടം വീണ്ടെടുക്ക് അഥവാ റിക്കവറിയാണ്, 4ാം ഘട്ടം ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ. അല്ലേ ഉദ്യോഗാർത്ഥികളെ? കേരളത്തിൽ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടോ? പിന്നെ ഇല്ലേ? ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളം. എന്ന് രൂപീകരിച്ചു? 2005 മെയ് 4. ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമാകാൻ കാരണമായ സെക്ഷൻ, വകുപ്പ്, ദുരന്ത നിവാരണ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? പെട്ടെന്ന് പറയാമോ? കമന്റ് ചെയ്യാമോ? വകുപ്പ് പറയൂ പെട്ടെന്നാവട്ടെ. മറക്കരുത്, സെക്ഷൻ 14(1). മറക്കരുത്, സെക്ഷൻ 14(1) പ്രകാരമാണ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമാകുന്നത്. ഏത് സെക്ഷൻ പ്രകാരമാണ്? ദുരന്ത നിവാരണ നിയമത്തിലെ 14(1). മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഡാഷ് ആണ്. എങ്ങനെയുള്ള ബോഡിയാണ്? ഓപ്ഷൻ എ autonomous statutory body, option B non-autonomous statutory body, option C constitutional body, option B extrajudicial body. പെട്ടെന്ന് പറ, ഇതിലേതാണ്? മലയാളം പറഞ്ഞാൽ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ എ സ്വയംഭരണാവകാശമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ ബി സ്വയംഭരണാവകാശം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ സി ഭരണഘടനാ സ്ഥാപനമാണ്. ഓപ്ഷൻ ബി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ബോഡിയാണ്. 4 ഓപ്ഷൻ. ഏതായിരിക്കും ശരി ഉത്തരം? ക്ലൂ തരാം. ഇതിലൊന്നൊഴിച്ച് ബാക്കി എല്ലാം തെറ്റാണ്. ഇനി പറയൂ, ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം സ്വയം ഭരണാവകാശം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നോൺ ആറ്റോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏത്? നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണെങ്കിലും ശരി, നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ആപ്തവാക്യമുണ്ട്. ഒരു 100 തവണ PSC ആവർത്തിച്ചതാണ്. സുരക്ഷായനം. അടുത്ത കാലത്ത് അക്ഷരത്തെറ്റാണെന്ന് തോന്നുന്നു, സുരക്ഷാ നയം എന്ന് ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. പരീക്ഷ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു പരീക്ഷയ്ക്ക് റീസെന്റ് ചോദിച്ചതാണ്. അപ്പൊ എന്താണെങ്കിലും സുരക്ഷായനം അല്ലെങ്കിൽ ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ്. ഒരു അപകടം ഉള്ളത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ സുരക്ഷായനം ഓപ്ഷൻ ഇല്ലായിരുന്നു. പകരം ചോദിച്ചത് സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക്. കാരണം ഇപ്പൊ മനസ്സിലായല്ലോ എന്താ നമ്മുടെ ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റിന്റെ മലയാളമാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി കൊടുത്തതായിരിക്കും. സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സുരക്ഷായനം. അപ്പൊ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? KSDMയുടെ ആസ്ഥാനം വികാസ് ഭവൻ അല്ലെ, അല്ലെങ്കിൽ ഒബ്സർവേറ്ററി ഹിൽ, തിരുവനന്തപുരമാണ് എന്ന് ഓർക്കണം. KSDMയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 10. ചെയർമാൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ 10. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആകെ അംഗങ്ങൾ 10. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ മറന്നു പോകരുത്, 8 ആണ് അല്ലേ. നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം പറഞ്ഞത് എവിടെയാണ്? നമ്മൾ പറഞ്ഞത് ആസ്ഥാനം വികാസ് ഭവൻ അല്ലെങ്കിൽ ഒബ്സർവേറ്ററി ഹിൽ, തിരുവനന്തപുരം. വികാസ് ഭവൻ അല്ലെങ്കിൽ എന്ത് ഹിൽ? ഒബ്സർവേറ്ററി ഹിൽ, തിരുവനന്തപുരം. ഓക്കെ. അപ്പൊ ആരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ? ഒരുപാട് തവണ ചോദിച്ചതാ. KSDMയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി.
KSDMയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുമ്പോൾ 2007 രൂപീകരിക്കുക. ആ സമയത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി? ആരായിരിക്കും? ശ്രീ VS അച്യുതാനന്ദൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ VS ആണ്. നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. വൈസ് ചെയർമാൻ ആകട്ടെ റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ, അല്ലേ? CEO ആരാണ്? CEO ചീഫ് സെക്രട്ടറി ആണ്. പിന്നെയോ വകുപ്പ് മേധാവി അല്ലെങ്കിൽ കൺവീനർ ആരാണ്? വകുപ്പ് മേധാവി അല്ലെങ്കിൽ കൺവീനർ ദുരന്ത നിവാരണ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഓർത്തിരിക്കണം, KSDMയുടെ വകുപ്പ് മേധാവി ആരാണെന്ന് ചോദിച്ചതാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് മേധാവിയാണ് ആര്? പെട്ടെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ കൺവീനർ ആരാണ്? ദുരന്ത നിവാരണ റവന്യൂ വകുപ്പിന്റെ ആര്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഓക്കെ. ഇനി മെമ്പർ സെക്രട്ടറി. KSDMയുടെ മെമ്പർ സെക്രട്ടറി ആരാണ്? കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി എന്ന് പറയുമ്പോൾ SEOC എന്ന് പറയും. നിങ്ങൾ കേട്ട് കാണും. സ്റ്റേറ്റ് എമർജൻസി. കേരളം ആകുമ്പോൾ KSEOC, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയാണ് KSDMയുടെ ആരെന്നറിയപ്പെടുന്നത്? പറയൂ. വകുപ്പ് മേധാവി അല്ല, മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി. അപ്പൊ KSDMയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് പറഞ്ഞേ? കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി. ആരാണ് ഈ മേധാവിയായിട്ട് ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് SEOC മേധാവി എന്ന് ഓർപ്പ്. ഇത്രയാണ് 4 ഭാരവാഹികൾ. മുഖ്യമന്ത്രി, ചെയർമാൻ, വൈസ് ചെയർമാൻ, റവന്യൂ മന്ത്രി, CEO ചീഫ് സെക്രട്ടറി, വകുപ്പ് മേധാവി കൺവീനർ, ദുരന്ത നിവാരണ റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, മെമ്പർ സെക്രട്ടറി, SEOC മേധാവി. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ശരി. അപ്പോൾ KSDMയുടെ ആകെ അംഗസംഖ്യ നമ്മൾ പറഞ്ഞു. അത് എത്രയാണെന്ന് പറഞ്ഞു? ആകെ അംഗസംഖ്യ 10 ആണ്. എക്സ് ഒഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം 8 ആണ്. KSDMയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് www.sdma.kerala.gov. മറന്നുപോരുത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് www.sdma.kerala.gov. ഇനി KSDMയിലേക്ക് വിളിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 1079 ആണ്. KSDMയുടെ ടോൾ ഫ്രീ നമ്പർ 1079 ആണ്. അതുപോലെ DEOC നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, SEOC എന്ന് പറഞ്ഞില്ലേ, SEOC സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. അതുപോലെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ അടിയന്തര ഘട്ട നിർവഹണ കേന്ദ്രം DEOC. DEOCയുടെ ടോൾ ഫ്രീ നമ്പർ ആണെന്ന് വെച്ചാൽ 1077. അപ്പോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ 1079 അതുപോലെ DEOCയുടെ എത്രയാണ്? 1077 ആണെന്ന് ഓർക്കണം. ഉദ്യോഗാർത്ഥികളെ, ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കമന്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേര് കമന്റ് ചെയ്തെന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ലൈവില് കമന്റ് ചെയ്തവർക്കുള്ള സമ്മാനം പ്രഖ്യാപിക്കും. അപ്പോ ചോദ്യം ഇതാണ്, എന്താണ്? ഇന്ത്യയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ധീരവും ത്യാഗനിർഭരവുമായ പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് നൽകി വരുന്ന പുരസ്കാരം ഏത്? ഇതാണ് ചോദ്യം. ആർക്ക് പറയാം ഉത്തരം? ഏതാണ് നൽകി വരുന്ന പുരസ്കാരം എന്ന് പറയാമോ? ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ? പുരസ്കാരത്തിന്റെ പേരിന് മറക്കരുത്. ഒരു ക്ലൂ തരാം. ഭഗത് സിംഗ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ആപ്ത പ്രബന്ധൻ പുരസ്കാർ. ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ. ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ. ഒരു ക്ലൂ തരാം. ഇതില് ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണ്, ഒന്ന് മാത്രമാണ് ശരി. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ധീരവും ത്യാഗനിർഭരവുമായ പോരാട്ടങ്ങൾ നടത്തുന്നവർക്ക് നൽകി വരുന്ന പുരസ്കാരം പെട്ടെന്ന് പറഞ്ഞ ഏതാണെന്ന്? ഏതായിരിക്കും? ഏതായിരിക്കും? സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ എന്നാണ് പേര്. പറഞ്ഞേ, സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കുക ഉദ്യോഗാർത്ഥികളെ, കണ്ടോ? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ എന്നാണ്? ജനുവരി മാസം 23-ാം തീയതി. കണ്ടോ? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്താണെന്ന് അറിയാം. എന്നാണ്? ജനുവരി മാസം 23-ാം തീയതിയാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് എന്ന് വായിച്ചേ. സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ. കണ്ടോ? ഇതാണ് ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിന് നൽകി വരുന്ന പുരസ്കാരം. അവാർഡാണ്, എല്ലാ വർഷവും നൽകുന്ന അവാർഡ്. എന്നാണ്? ജനുവരി 23. ആരുടെ ജന്മദിനത്തിൽ? ചന്ദ്രബോസിന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെ. ഓക്കെ,
2025 ഈ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റലിനാണ്, ഒരു ആശുപത്രിക്കാണ്. നമ്പർ 60 നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ ഉത്തർപ്രദേശിലാണ്. ഇവര് തുർക്കി ഭൂകമ്പം നടന്നപ്പോ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ദോസ് എന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ധീരമായും ത്യാഗനിർഭരവുമായും പ്രവർത്തിച്ചതിന്റെ ആദര സൂചകമായിട്ടാണ് ഈ ആശുപത്രിക്ക് 2025 പുരസ്കാരം. എന്താ പുരസ്കാരം പറഞ്ഞേ? പുരസ്കാരത്തിന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം. 2025 കിട്ടിയത് ആർക്കാണ്? നമ്പർ 60 നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ, നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റലിനാണ് എന്ന കാര്യം ഓർത്തിരിക്കും. ഇത് 2024 കേട്ടോ, 25 അല്ല, 2024. 2025 സുഭാഷ് ചന്ദ്രബോസ് ആപ്തപ്രബന്ധൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാർക്കാണ് പറയാമോ? ഇൻകോയിസ് എന്ന സ്ഥാപനത്തിനാണ്. ഇൻകോയിസ് ഫുൾ ഫോം പറയാമോ? ഇൻകോയിസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ്. പഠിച്ചേ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് എന്ന സ്ഥാപനം. ഇന്ത്യയിൽ സുനാമി, കടലാക്രമണം, കള്ളക്കടൽ പ്രതിഭാസം, കടലേറ്റം അല്ലെ തുടങ്ങിയ സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ ദുരന്ത മുന്നറിയിപ്പുകളും നൽകുന്നത് ഈ സ്ഥാപനമാണ്. ഒരു വലിയ പഠന ഗവേഷണ സ്ഥാപനമാണ് ഇൻകോയിസ്. പറഞ്ഞേ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ്. ഓക്കെ, മലയാളം കേന്ദ്ര സമുദ്രസ്ഥിതി പഠന കേന്ദ്രം എന്നാണ് മലയാളം. കേന്ദ്ര സമുദ്രസ്ഥിതി പഠന കേന്ദ്രം. ഈ സ്ഥാപനത്തിനാണ് 2025 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം. അപ്പൊ 2024 കിട്ടിയ സ്ഥാപനമാണ് ഏത്? നമ്മുടെ നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ. അപ്പൊ 2026 ജനുവരി മാസം കഴിഞ്ഞോ? പിന്നെ ഇല്ലേ. അപ്പൊ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരത്തിന് അർഹമായ ഒരു വ്യക്തിയുമുണ്ട്, ഒരു സ്ഥാപനവുമുണ്ട്. വ്യക്തിയുമുണ്ട്. 2 പേർക്ക് ഈ അവാർഡ് ലഭിച്ചു. വ്യക്തി ആരാണെന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്കറിയില്ലേ, വയനാട് ചൂരൽമല ദുരന്തത്തിൽ നിമിഷ നേരം കൊണ്ട് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ലഫ്റ്റനന്റ് കേണൽ ആയിട്ടുള്ള ത്യാഗനിർഭരമായ പോരാട്ടം നടത്തിയ ആരാണ് ആ ഉദ്യോഗസ്ഥ? നോക്കുക, കേണൽ സീതാ അശോക് ഷെൽക്കെ. അദ്ദേഹത്തിന്റെ പേര് മറന്നുപോകരുത്. 2026 പുരസ്കാര ജേതാക്കൾ, ഒന്ന് വ്യക്തിഗത വിഭാഗത്തിൽ, ഒന്ന് ലെഫ്റ്റനന്റ് കേണൽ സീതാ അശോക് ഷെൽക്കെ. സീതാ അശോക് ഷെൽക്കെയാണ് ലെഫ്റ്റനന്റ് കേണലാണ് അവര്. നോക്കുക, ഇന്ത്യൻ ആർമിയിലെ കോർപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥയാണ് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥ. ഇവർക്കാണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം 2026 പ്രഖ്യാപിച്ചത്. 2024 വയനാട്ടിലുണ്ടായ വൻ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമലയിൽ റെക്കോർഡ് വേഗത്തിൽ ബെയിലി പാലം നിർമ്മിച്ചതിന് നേതൃത്വം നൽകിയ ഒരു ലെഫ്റ്റനന്റ് കേണൽ ഉദ്യോഗസ്ഥയാണ്. അല്ലെ, എന്താ പേര് പറഞ്ഞേ? ലെഫ്റ്റനന്റ് കേണൽ സീതാ അശോക് ഷെൽക്കെ. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള വനിതയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണ് ആര്? കേണൽ സീതാ അശോക് ഷെൽക്കെയാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞു, ഒരു സ്ഥാപനത്തിന് കൂടി അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു. ആ സ്ഥാപനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSDMA എന്ന് പറഞ്ഞു, സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇപ്പൊ നമ്മൾ KSDMA അറിയത്തില്ലേ? KSDMA എന്താ? KSDMA ഫുൾ ഫോം KSDMA പറ. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ശരിയല്ലേ? അതുപോലെ SSDMA എന്ന് പറഞ്ഞാൽ സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സിക്കിമിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് 2026 സ്ഥാപനം എന്ന വിഭാഗത്തിൽ ഈ പുരസ്കാരം കിട്ടുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ മേഖലയിലെ ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനും തടയുന്നതിനും നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയത്. മനസ്സിലായോ? അപ്പോ ഉദ്യോഗാർത്ഥികളെ,
ദുരന്ത നിവാരണം വിശാലമായ ഒരു ടോപ്പിക്കാണ്, ഇവിടെ തീരുന്നില്ല. ദുരന്ത നിവാരണ മേഖലയിൽ കരുത്ത് പകർന്ന KSDMയുടെ പ്രവർത്തനങ്ങൾ ഇനി ഏറെയും പറയാൻ. ദുരന്തങ്ങളെ 5 കാറ്റഗറികളായിട്ട് തിരിക്കാം. ദുരന്തത്തിന് മുന്നോടിയായി പുറപ്പെടുവിക്കുന്ന അലർട്ടുകൾ, റെഡ് മുതൽ ഈ വൈറ്റ് വരെയുള്ള വിവിധ അലർട്ടുകളെ പറ്റിയുമെല്ലാം വിശദമായിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കും. അപ്പോ ദുരന്ത നിവാരണ മേഖലയിൽ ധീരവും ത്യാഗനിർഭരവുമായ പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകി വരുന്ന അവാർഡ് പുരസ്കാരം ഏതാണെന്ന് പറഞ്ഞേ? സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ 2024 കിട്ടിയത് ഒരു ആശുപത്രിക്കാണ്, ഉത്തർപ്രദേശിലാണ്. നമ്പർ 60 പാരച്യൂട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ തുർക്കി ഭൂകമ്പത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനാണ് അവാർഡ് കിട്ടുന്നത്. 2025 ഈ അവാർഡ് കിട്ടുന്നത് ഇൻകോയിസ് എന്ന സ്ഥാപനം, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ് ആണ്. 2026 ഒരു സ്ഥാപനത്തിനും കിട്ടി, വ്യക്തിക്കും കിട്ടി. ചില വർഷങ്ങളിൽ വ്യക്തികൾക്ക് കിടക്കും, സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. 2026 ഒരു വ്യക്തിക്കും ഈ അവാർഡ് കിട്ടി, സ്ഥാപനത്തിന് കിട്ടി. സ്ഥാപനം ഏതാണ്? സിക്കിം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SSDMAക്ക് കിട്ടി. വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? സീതാ അശോക് ഷെൽക്കെ, അല്ലെ? കേണൽ സീതാ അശോക് ഷെൽക്കെയാണ് ഈ അവാർഡ് കിട്ടിയത് എന്ന കാര്യം ഓർത്തിരിക്കും. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനവും സിവിക്സിന്റെ ഭാഗമായ തൊട്ടടുത്ത ഒരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ ഓഫ് യു.